പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തനിക്ക് സ്തുതി. ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കൊച്ചു കൂട്ടുകാർക്ക് ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, പരിശുദ്ധനും പുണ്യവാനും താപസനുമായ പരുമലമാർ ഗ്രിഗോറിയോസ് തിരുമനസിലെ 123ാമത് ഓർമ്മ പെരുന്നാൾ കൊണ്ടാടുന്ന ഒരു സന്ദർഭമാണ് ഈ ദിവസങ്ങളും ഞായറാഴ്ചകൾ പ്രത്യേകിച്ചും. ഈ അവസരത്തിൽ പരുമല തിരുമേനിയുടെ ജീവിതത്തിൽ നിന്ന് ഒരു പാഠം നമ്മുടെ മനസ്സിൽ കുറിക്കുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കാം. പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 27-ാം വാക്യത്തിൽ ഒരു കൊച്ചു വാചകം കുറിക്കുന്നുണ്ട്. വളരെ ചെറിയ ഒരു വാക്യമാണ്: പിശാചിന് ഇടം കൊടുക്കരുത്. പിശാചിന് ഇടം കൊടുക്കരുത്. പരുമല തിരുമേനിയെപ്പോലെയുള്ള പരിശുദ്ധന്മാരുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ഇതിന് സാധാരണ ജീവിതത്തിൽ അവർ വ്യാഖ്യാനം കൊടുത്തത്? പിശാചിന് ഇടം കൊടുക്കരുതെന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? പരുമല തിരുമേനിയുടെ ജീവിതം ഒരു മാതൃകയായി നാം എടുക്കുന്നു. മറ്റ് എല്ലാ പരിശുദ്ധന്മാരും അവരുടെ ജീവിതത്തെ പരിശുദ്ധിയിൽ, നിർമ്മലതയിൽ, നിഷ്കളങ്കതയിൽ നിലനിർത്തുന്നത് അതിന് ഒരു ഉപായം അവർ കണ്ടെത്തി അതനുസരിച്ച് പോയതിൻ്റെ ഫലമായിട്ടാണ്. പിശാചിന് ഇടം കൊടുക്കരുത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മളുടെ ആന്തരം, നമ്മളുടെ അകം എല്ലാ സന്ദർഭങ്ങളിലും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ വിചാരങ്ങളും വികാരങ്ങളും ഒക്കെയാണ്. പുറമേ നോക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ പുഞ്ചിരിച്ച് നടക്കുന്നു, മാന്യയായി ഒക്കെ പെരുമാറുന്നു, സംസാരിക്കുന്നു. പക്ഷേ അതോടൊപ്പം തന്നെ നമ്മളുടെ അകത്തെ മനുഷ്യൻ പല സന്ദർഭങ്ങളിലും തിന്മയുടെ വിചാരങ്ങളും ദുശ്ചിന്തകളും ദുർവികാരങ്ങളും കൊണ്ട് നടക്കുന്നതായി അവർ തന്നെ അവരുടെ ജീവിതത്തെ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒന്നാമത്തെ നില, ആധ്യാത്മികതയിലേക്ക്, പരിശുദ്ധിയിലേക്ക് വളരുന്നതിൻ്റെ ഒന്നാമത്തെ നില നമ്മളുടെ ഈ അകമേയുള്ള വിചാരങ്ങളും വികാരങ്ങളും അതിജീവിക്കുവാൻ നമുക്ക് എങ്ങനെ കഴിയണം എന്നുള്ളതാണ്. പരിശുദ്ധനായ പരുമല തിരുമേനി പോലെയുള്ള പരിശുദ്ധന്മാർ പറയും, നമ്മൾ ദൈവനാമ ഉച്ചാരണം, നാമോച്ചാരണം, ദൈവനാമ ജപം അത് ആവർത്തിച്ച് നമ്മളുടെ ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുടെ ചുണ്ടുകൾ ദൈവനാമം ഉച്ചരിക്കുമ്പോൾ അത് ശബ്ദം പുറമേ ഉണ്ടാക്കും. എന്നാൽ അത് അകത്തേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ ആ ദൈവനാമോച്ചാരണം, ദൈവനാമ ആവർത്തനം, ജപം, ദൈവസ്മരണ നമ്മൾ അകത്തേക്ക് സ്വാംശീകരിച്ച് കഴിയുമ്പോൾ നമ്മളുടെ അകം മുഴുവനും ദൈവനാമം ദൈവമായി അത് പരിണമിക്കും. നാമം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവ സാന്നിധ്യമാണ്. ദൈവനാമം എന്ന് പറഞ്ഞാൽ ദൈവ സാന്നിധ്യമാണ്. അത് നമ്മൾ ആവർത്തിച്ച് ആദ്യം ചുണ്ടുകൾ ചലിപ്പിച്ചുകൊണ്ടായിരിക്കും. കുറച്ചുകൂടെ കഴിയുമ്പോൾ ആ പുറമേയുള്ള ചലനം നിന്ന് ഹൃദയം അതിൻ്റെ മിടിപ്പിനനുസരണമായി ദൈവനാമം അകമേ ഉച്ചരിച്ചു തുടങ്ങും. അങ്ങനെ നമ്മളുടെ അകമേയുള്ള മനുഷ്യൻ ദൈവവിചാരങ്ങൾ കൊണ്ട് നിറയ്ക്കുന്ന ഒരു ഉപായമാണ് ദൈവനാമോച്ചാരണം.
അങ്ങനെയാണ് പിശാചിന് അവരുടെ ഹൃദയത്തിൽ ഇടം കൊടുക്കാതെ അവരുടെ ജീവിതത്തെ പരിശുദ്ധിയിൽ നിലനിർത്തുന്നതിന് അവർക്ക് കഴിഞ്ഞത്. ദുശ്ശീലങ്ങളുണ്ടാവും. നമ്മൾ ആദ്യം ദുർവികാരങ്ങളും ദുശ്ചിന്തകളുമാണ്. അത് കഴിഞ്ഞ് വരുമ്പോൾ നമ്മളത് ആവർത്തിച്ച് അതിന് അകമേ ഒരു ഇടം കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് അത് ദുശ്ശീലമായി മാറും. ദുശ്ശീലങ്ങളെ അകറ്റാൻ പിതാക്കന്മാർ പറയും, ഞാൻ ഇതിനു മുമ്പും അത് സൂചിപ്പിച്ചിട്ടുള്ളതാണ്, നല്ല ശീലങ്ങൾ ഉണ്ടാക്കുകയേ നിർവാഹമുള്ളൂ. ദുർവികാരങ്ങൾ അകറ്റാൻ ദൈവനാമോച്ചാരണം ക്രിയാത്മകമായ സർഗാത്മകമായ ഒരു ഊർജം ഉണ്ടാക്കും. അതുപോലെ തന്നെയാണ് ദുശ്ശീലങ്ങൾ. കള്ളം പറയുക, മറ്റുള്ളവരിൽ നിന്നും ഒളിച്ച് തിന്മയിലേക്ക് പോവുക, പ്രവർത്തിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ശീലങ്ങൾ എങ്ങനെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കും? പരിമല തിരുമേനിയെ പോലെയുള്ള പരിശുദ്ധന്മാരോട് നമ്മളോട് പറയും, കുഞ്ഞെ, നല്ല ശീലങ്ങൾ ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോൾ തെറ്റായ ശീലങ്ങൾ നമ്മളുടെ പ്രവൃത്തിയിൽ നിന്നും വാക്കിൽ നിന്നുമൊക്കെ അങ്ങ് അകന്നു പോയിക്കൊള്ളും. അതിനോട് പടപൊരുതുന്നത് ഞാനിങ്ങനെ ചിന്തിച്ചു പോകുന്നു എന്ന് ഞാൻ ആവർത്തിച്ച് പറയുന്നതിലല്ല. നല്ല ശീലങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. കൃത്യമായി രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുക, ദൈവവചനം വായിക്കുക, നല്ല വാക്കുകൾ മാത്രം പറയുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള നല്ല ശീലങ്ങൾ ഉണ്ടാക്കുന്നത് വഴി ദുശ്ശീലങ്ങൾ അകന്നു പോകും. സുശീലങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ നിറയുമ്പോൾ ദുശ്ശീലങ്ങൾ അകന്നു പോകും എന്ന് പിതാക്കന്മാർ നമ്മളോട് ഉപദേശിക്കുന്നു.